ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുക കേട്ടോ. മുത്തശ്ശൻ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് ചെന്നു. അതെ, ആദർശ് ഇപ്പോഴും ആ നാഗേന്ദ്രൻ്റെ പിന്നാലെയാണെന്ന് തോന്നണേന്ന് പറഞ്ഞു. അതെന്താ തനിക്കിപ്പം അങ്ങനെ തോന്നാൻ? അല്ല, ഇവിടുന്ന് നമ്മൾ നാഗേന്ദ്രനെ പുറത്താക്കാൻ ഗുരുതരമായ എന്തോ കാരണമുണ്ടെന്ന് അവൻ പറയുന്നത് എന്ന് പറയുമ്പോൾ, ആ ശങ്കരൻ കാര്യങ്ങളൊക്കെ അവനോട് വിശദമായി സംസാരിച്ചതാണല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു കാരണം കൊണ്ട് നാഗേന്ദ്രനെ ഇവിടെ നിന്ന് പുറത്താക്കില്ല എന്ന് ആദർശിന് നന്നായിട്ട് അറിയാം. ഓണം വരിക, ഈ സമയത്ത് അവൻ ബിസിനസ്സിലാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ ഈ നാഗേന്ദ്രൻ്റെ പിന്നാലെ അല്ല നടക്കേണ്ടതെന്നും. അങ്ങനെ നടക്കേണ്ട സമയത്ത് അവൻ കൃത്യമായി നടന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് അനി അങ്ങോട്ടേക്ക് വരിക. അപ്പം അനിയെ കണ്ടപ്പം അടുത്ത ആൾ വരുന്നുണ്ടെന്നും പറഞ്ഞ് മുത്തശ്ശി ദേഷ്യം പിടിച്ച് അനി അങ്ങോട്ടേക്ക് വരുന്നു. അനി അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശ, നാളത്തെ കാര്യം അറിയാമല്ലോ, നാളെ കോടതിയിൽ ഡിവോഴ്സിൻ്റെ വാദം നടക്കുകയാണ്. പിന്നെ ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലയെന്ന് ജഡ്ജി പറഞ്ഞതാ. പിന്നെ ഈ കേസിൻ്റെ ഒരു തീരുമാനത്തിലെത്താത്തത് കൊണ്ട് നാളെ ഒരു വാദപ്രതിവാദം നടക്കാൻ പോകുന്നതെന്ന് അനി പറയുമ്പം, അതൊക്കെ നവീൻ നന്നായി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം മുത്തശ്ശ, എന്നാലും അവൻ്റെ മുത്തശ്ശനൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അവനെ ഒന്നുകൂടി ഒന്ന് ചൂടാക്കാൻ പറയണമെന്നൊക്കെ പറയുമ്പോൾ, നിൻ്റെ അടുത്ത സുഹൃത്തല്ലേ നവീൻ, നിനക്കങ്ങ് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും തോന്നരുത് കേട്ടോ. നവീനിപ്പോൾ നന്ദുവിൻ്റെ വീട്ടിൽ പെണ്ണാലോചിച്ച് ചെന്നല്ലോ. അപ്പം ഇവരിങ്ങനെ നോക്കുക. അവനറിയാം എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ് എന്നുള്ളത്. അതിൻ്റെ ഒരു നീരസം അവൻ കോടതിയിൽ കാണിക്കുമെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ടെന്ന് പറയുമ്പം, അതിനെന്തിനാണ് മോനെ അവൻ നീരസം കാണിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഇവൻ ഇപ്പോഴും ആ പെങ്കൊച്ചിൻ്റെ പിന്നാലെ നടക്കുകയല്ലേ, അപ്പം പിന്നെ ആർക്കായാലും നീരസം കാണത്തില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി. ഇനി ഈ വിഷയത്തിൽ നന്ദുവിൻ്റെ നിലപാടെന്താന്ന് ചോദിച്ചു. അവൾക്ക് നവീനോട് ഈ പറയുന്നത് ഇഷ്ടമൊന്നും ഇല്ല മുത്തശ്ശ. എന്നിട്ട് പിന്നെ നിങ്ങളെല്ലാവരും കൂടെ നവീൻ്റെ കൂടെ പോയി പാർട്ടി നടത്തിയതോ, അതിൽ നന്ദുവും പങ്കെടുത്തായിരുന്നല്ലോ. അതെന്തിനാ നവീനെ പോലെ ഒരു ചെറുപ്പക്കാരനെ നന്ദുവിനെ പോലെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടാതിരിക്കോടാന്ന് ചോദിച്ചു നേരം മുത്തശ്ശി. അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശി. നാളെ എന്തായാലും എൻ്റെ ഡിവോഴ്സ് കേസിൽ കോടതി ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കണം. എനിക്ക് അത്രയും മതി. അതിന് പഴയതുപോലെ നവീൻ ആത്മാർത്ഥത കാണിക്കില്ല എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അവൻ നരസിംഹൻ്റെ കൊച്ചുമോനാണ്. അതുകൊണ്ട് അവനൊരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നവീൻ ഒരിക്കലും അതിൻ്റെ കക്ഷികളെ ചീറ്റ് ചെയ്യില്ല. ഇതുവരെ എനിക്ക് അവനിലൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു മുത്തശ്ശ. പക്ഷേ ഇപ്പോൾ ആ ഒരു വിശ്വാസത്തിന് ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് മുത്തശ്ശൻ നരസിംഹൻ സാറിനൊന്ന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ വിളിച്ചോളാം. ഇനി അതിൻ്റെ പേരിൽ നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ നരസിംഹൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അയാൾക്കറിയാം അയാളുടെ കൊച്ചുമോനെ അവനതൊക്കെ ചെയ്യുമെന്ന്. അപ്പം എന്തായാലും ഇവൻ പറഞ്ഞതല്ലേ, അപ്പം പിന്നെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു മുത്തശ്ശി. എങ്ങനെയെങ്കിലും അനാമിക എന്ന പിശാചിൻ്റെ തലയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി എനിക്കെന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുമ്പം അവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞു മുത്തശ്ശനെ. അപ്പോൾ ഈ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ എന്താ നിൻ്റെ അടുത്ത പരിപാടിയെന്ന് ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല മുത്തശ്ശ. ദേവി ഇത് അവന്തികയുമായിട്ടുള്ള എൻ്റെ കല്യാണം നടത്താൻ ആരും ശ്രമിക്കരുത്. അതിന് മുത്തശ്ശനും മുത്തശ്ശിയും കൂട്ടു നിൽക്കരുതെന്ന് അനി പറഞ്ഞു. അതും പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ഇവിടെ ആകെ ധർമ്മസങ്കടത്തിലിരിക്കുക, മുത്തശ്ശനും മുത്തശ്ശിയും കൂടി. അന്ന് നമ്മൾ അനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് ഗോവിന്ദനെയും കനകയെയും കാണാൻ പോയി. അന്ന് നിരാശയോടെ മടങ്ങി വരുന്നതിന് പകരം അവരിൽ കുറച്ചുകൂടി പ്രഷർ ചെലുത്തിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അതെങ്ങനെ പറ്റും? ഗോവിന്ദനും കനകയും ഈ ബന്ധത്തെ അതിശക്തമായല്ലേ എതിർത്തതെന്ന് മുത്തശ്ശി ചോദിച്ചു. ഇനി നന്ദുവിൻ്റെ കല്യാണത്തിന് അനി തടസ്സമാകില്ല എന്ന് ഇദ്ദേഹം തന്നെയല്ലേ വാക്ക് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ, അതെല്ലാം ശരിയായ കാര്യമാണ്. പക്ഷേ അനിക്ക് നന്ദുവിനോടുള്ള സ്നേഹം നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറത്താണെന്നും അവൻ അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞു. എന്നാ ഇപ്പോൾ നന്ദുവിനെ ആലോചിച്ച് ചെന്നിരിക്കുന്നതേ നവീന. അതുകൊണ്ട് ആ ബന്ധത്തെ എതിർക്കാനും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നും മുത്തശ്ശൻ പറയുകയാണ്. അനിയും ആദർശിനെയും കാണുന്നത് പോലെ തന്നെയാണ് ഞാൻ അനിയെയും കാണുന്നതെന്നും പറഞ്ഞു. അന്ന് കോടതിയിൽ അവൻ ആത്മാർത്ഥത കാണിച്ചില്ലായിരുന്നെങ്കിലേ ഉറപ്പായും ഈ വീട്ടിലുള്ള പലരും ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നേനെയെന്നും മുത്തശ്ശൻ പറയുകയും ചെയ്തേ. ഇതെല്ലാം കേട്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ കാണിക്കാൻ നമ്മുടെ നവീൻ അവിടെ നിന്ന് കാര്യമായിട്ട് കേസ് പിടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് നവീന്. ആ സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നരസിംഹ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അനന്തമൂർത്തി വിളിച്ച കാര്യത്തെപ്പറ്റി പറഞ്ഞു. അതെന്താ മൂർത്തി സാർ വിളിക്കാൻ? കാര്യമൊന്നുമില്ലാതെ അയാൾ വിളിക്കില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കോടതിയിൽ ആത്മാർത്ഥത കാണിക്കണമെന്ന് വല്ലതും പറഞ്ഞോ? പറഞ്ഞു. നമ്മളുടെ കാര്യത്തിൽ അവർക്ക് സംശയമൊന്നും ഇല്ലാത്തതാ. പിന്നിപ്പം എന്താണോ, പ്രത്യേകിച്ച് നീയാണല്ലോ കഴിഞ്ഞ കേസിൽ അവരെ രക്ഷിച്ചെടുത്തത്.
എന്തുകൊണ്ടാണ് മൂർത്തി ഇന്നിങ്ങനെ വിളിച്ചൊരു ആവശ്യം പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് എന്നെ അത്ര വിശ്വാസം പോരാ മുത്തശ്ശ, അതുകൊണ്ടായിരിക്കും അവൻ അവൻ്റെ മുത്തശ്ശനെ കൊണ്ട് ശുപാർശ ചെയ്യിച്ചതെന്ന് പറഞ്ഞു. അതെന്താടാ അങ്ങനെ? അതെന്താ അങ്ങനെ വരാൻ? നീ അനിയും തമ്മിൽ അടുത്ത ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സൊക്കെയാണ്, പക്ഷേ ചില നേരത്ത് ഫ്രണ്ട്ഷിപ്പിൽ വിള്ളലൊക്കെ വീഴുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അവൻ അനാവശ്യമായിട്ടുള്ള സംശയമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞു. ആ വേണു അവളുടെ മോളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വന്ന് കാണാറുണ്ടല്ലോ, അത് ചിലപ്പോൾ അവർ അറിഞ്ഞു കാണുമായിരിക്കും എന്ന് പറഞ്ഞപ്പം ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മൂർത്തി അധികമൊന്നും കേസിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ അങ്ങനെ വിളിക്കാറുള്ളതല്ല. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അയാളിപ്പോൾ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞതുകൊണ്ട് ഇനി കോടതിയിൽ കരുത്ത് കാണിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മോനെ എന്ന് ഈ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുമ്പോൾ, മുത്തശ്ശ അല്ലെങ്കിൽ തന്നെ ഞാൻ ഏതെങ്കിലും കേസ് ഏറ്റെടുത്താൽ അതിൽ ആത്മാർത്ഥത കാണിക്കാതിരിക്കുമോ? പ്രത്യേകിച്ച് അനന്തപുരിക്കാരുടെ കേസെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വന്തം കേസ് പോലെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഇതിന് ഞാൻ ഫീസ് പോലും വാങ്ങിക്കുന്നില്ല, പിന്നെന്താ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെയ്യുന്ന ജോലിക്കുള്ള ഫീസൊക്കെ വാങ്ങിക്കണം, പക്ഷേ അത് ജോലി ആയിരിക്കണമെന്ന് പറഞ്ഞു. ഈ കേസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഡിവോഴ്സ് കേസാണ്. അനാമികയ്ക്ക് 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ ഈ കേസിൽ നിന്ന് അനിയെ ഊരിക്കൊണ്ട് പോരണമെന്ന് നവീൻ പറഞ്ഞു. അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണെന്ന് അറിയാമല്ലോ, എങ്കിലും ഒരു ചലഞ്ച് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞാനത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടെന്നും പറഞ്ഞു. വേണു അനാമികയും ഈ കാര്യത്തിൽ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണെന്നും നവീൻ പറയാട്ടോ. പൈസ ഇല്ലാത്ത സമയത്ത് പോലും പേരെടുത്ത വക്കീൽ ജോർജിനെയാണ് അവർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കോടതിയിൽ കേസ് കൊടുക്കുമല്ലോ, കൊടുക്കട്ടെ, എങ്കിലല്ലേ ഒരു ത്രില്ലുള്ളൂ മുത്തശ്ശ. എന്നാൽ പിന്നെ കേസൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഒരു മണിക്കൂർ അങ്ങ് ഇരിക്കാമെന്ന് പറഞ്ഞു. ആ ചർച്ചയിൽ പുതിയതായിട്ട് നിങ്ങൾ ഐഡിയ നിനക്ക് കിട്ടിയാലോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. നീ എന്തായാലും വിശദമായിട്ട് പഠിക്കുകയൊക്കെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് മുത്തശ്ശനങ്ങ് പോയി. മൂർത്തിയും മറ്റുള്ളവരും പറയുന്നതും ആ വിഷയത്തെപ്പറ്റി ആലോചിച്ച് അനി അവിടെ ഇരിക്കാൻ, നവീൻ അവിടെ ഇരിക്കാൻ. എന്നിട്ട് എടാ ഇനി എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല എന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് മുത്തശ്ശന്മാർ തമ്മിൽ ഇങ്ങനൊരു സംസാരം വേണ്ടി വന്നത്. നാളെ നിനക്ക് കോടതിയിൽ വ്യക്തമായിക്കോളും, ഞാനല്ല നീയാണ് ഫ്രണ്ട്ഷിപ്പിനെ മാനിക്കാത്തതെന്ന്. അങ്ങനെ അതും ചിന്തിച്ച് നമ്മുടെ നവീൻ ഇങ്ങനെ അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ അനാമികയുടെ വീട്ടിൽ വലിയ ചർച്ച, അച്ഛനും അമ്മയും മോളും കൂടി. ആ വക്കീൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, കുഴപ്പിക്കാതിരുന്നാൽ മതി എന്നും പറഞ്ഞു. അപ്പോൾ അവന് നന്ദുവിനെ കെട്ടണമെങ്കിൽ ഈ ഡിവോഴ്സ് നടക്കാതിരിക്കണം, അതുകൊണ്ട് അവളെ കെട്ടുന്നവരെ വക്കീൽ കേസ് നീട്ടിക്കൊണ്ട് പൊക്കോളൂ എന്ന് പറയുമ്പോൾ ശരിയാ, അനിയും നവീൻ വക്കീലും അടുത്ത സുഹൃത്തുക്കളാണ്. പോരാത്തതിന് അവർ ഫാമിലി ഫ്രണ്ട്സുമാണ്. നന്ദുവിൻ്റെ പേരിൽ അവർ തമ്മിലൊരു പൊരിഞ്ഞ വഴക്കുണ്ടായിരുന്നെങ്കിൽ സംഗതി നമുക്ക് അനുകൂലമായി വന്നേനെ എന്ന് അനാമിക പറയാം. നാളെ അമ്പലത്തിൽ പോകുമ്പം അതുകൂടി പറഞ്ഞു. ഇനി ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഇതിനു മുൻപ് നമ്മൾ കേസ് കൊടുത്തത് അവസാനം വാദി പ്രതിയായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു പേടി. നിനക്ക് എന്നതാടി രേവതി? നമുക്കിവിടെ നഷ്ടപ്പെടാനേ ഒന്നുമില്ല. എന്നാൽ കിട്ടുകയാണെങ്കിൽ കോടികൾ കിട്ടുകയും ചെയ്യും. അതിൽ നിന്ന് ഒരു 19 ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതി, എനിക്ക് സ്റ്റെബിനും പിന്നെ സുഖമായിട്ട് യുകെക്ക് പോകാമെന്ന് ചേച്ചി. അപ്പം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവീൻ്റെ കോൾ അവരുടെ ഫോണിലേക്ക് വരുന്നു. ആ നവീൻ വക്കീലാണ് വിളിക്കുന്നത്. എടുക്കെടുക്ക് വെച്ചപ്പോൾ കേസ് നീട്ടിക്കൊണ്ട് പോകാൻ പറയാനായിരിക്കും. അനന്തപുരിക്കാരെ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞു കാണും. അപ്പോൾ ഹലോ വക്കീലേ, എന്തായി രാത്രിയിലെന്ന് ചോദിച്ച് ഫോൺ എടുത്തു. ഇനിയും സമയമുണ്ട് കേസിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാനെന്ന് നവീൻ. അപ്പം ഞാൻ പറഞ്ഞ തുക തരുമോയെന്ന് ചോദിച്ചു. തുകയൊന്നും കിട്ടത്തില്ല, വെറുതെ വക്കീലിന് പൈസ കൊടുക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. അപ്പം സാറേ എന്തായാലും മുടിയാനുള്ളത് മുടിഞ്ഞു, കഴുത്തറ്റം വെള്ളത്തിലാണ്. അതിൻ്റെ കൂടെ പലിശക്കാരന് കുറച്ച് പണം കൂടി കൊടുക്കേണ്ടി വരും. എന്നാലും സാരമില്ല, വെച്ചിരിക്കുന്നതേ നല്ല വക്കീലിനെ തന്നെയാണെന്ന് വേണു. അതുകൊണ്ട് എൻ്റെ മോൾക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ പറഞ്ഞപ്പം തൻ്റെ മോൾക്ക് നീതി കിട്ടാനേ അവൾ എന്തെങ്കിലും ശരി ചെയ്യേണ്ടേടോ എന്ന് ചോദിച്ചു ഈ വേണുവിനോട് നവീൻ. ഇവിടെ തെറ്റും മുഴുവനും നിങ്ങളുടെ ഭാഗത്തല്ലേ എന്ന് ചോദിച്ചു. പിന്നെ നീതി കിട്ടണമെന്ന് പറഞ്ഞ് എന്തിനാ വെറുതെ മുറവിളി കൂട്ടുന്നതിൻ്റെ ആവശ്യമുണ്ടോയെന്നും നവീൻ ചോദിക്കും കേട്ടോ. അപ്പോൾ വക്കീലേ, ഒരു കാര്യം ഞാനങ്ങ് തറപ്പിച്ച് പറഞ്ഞേക്കാം. വക്കീല് കെട്ടാൻ പോകുന്ന പെണ്ണിന് വാക്ക് കൊടുത്തിട്ടുണ്ടാവും.
നാളെ കോടതി കൂടുമ്പോൾ എനിക്ക് ഡിവോഴ്സ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ നവീനൻ ചിരിച്ചു. സ്നേഹിച്ച പെണ്ണിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് വക്കീൽ ഈ രാത്രി ഇപ്പം ഈ ഫോണിലേക്ക് വക്കീൽ വിളിച്ചത്. കോടതിയിൽ കേസ് നടക്കുകയാണെങ്കിൽ ഡിവോഴ്സ് നടന്നു പോകുമെന്ന് വക്കീലിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരിക്കലും ഇല്ല, നാളെ കൊണ്ട് ഈ കേസ് അവസാനിക്കുമെന്ന് നവീൻ. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ജോർജ് വക്കീലിനെയാണ്. അതുകൊണ്ട് കൂടുതൽ വാശിയൊന്നും കാണിക്കണ്ട. അപ്പം നമുക്ക് നാളെ കോടതിയിൽ കാണാമെന്ന് പറഞ്ഞു നവീൻ. കാണാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഫോൺ കട്ട് ചെയ്തു വീണു. എന്തിനാ വെറുതെ അവനെ വാശി പിടിപ്പിച്ചെന്ന് രേവതി ചോദിക്കുമ്പം പൈസ വാങ്ങാതെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണമെന്നും നാളെ അവൻ അങ്ങനെ പറയാനെന്ന് അനാമിക. അപ്പം അവൻ പറയട്ടെ, നാളെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വക്കീൽ കോടതിയിൽ പറഞ്ഞോളും. ഇവള് മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നാണെന്നൊക്കെ നേരത്തെ അവൻ കോടതിയിൽ തെളിയിച്ചതല്ലേന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, പക്ഷേ ഇവൾക്കൊരു രോഗവും ഇല്ലെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്ത ശേഷമാണ് ഇവൾ അനിയെ കെട്ടിയത്. അതിനുശേഷം ഇവൾക്കൊരു കുഴപ്പവും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ആ ന്യായമൊന്നും കോടതിയിൽ വില പോകാൻ പോണില്ല. ഇതിനു മുമ്പ് ഗാർഹിക പീഡനമാണെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിട്ട് അതിനെതിരെ തെളിവുകൾ നിരത്തി നവീൻ നമ്മളെ പൊളിച്ചെടുക്കായിരുന്നില്ലേ എന്ന് രേവതി ചോദിച്ചു കേട്ടോ. അതാണ് എൻ്റെ ആകെയുള്ള പേടി. ഇവിടെ പേടിയുടെ ഒന്നും ഒരാവശ്യമില്ല രേവതി. നമുക്ക് കുറഞ്ഞത് ഒരു 2-3 കോടിയെങ്കിലും നഷ്ടപരിഹാരം കിട്ടണം. എന്നാലും തീരില്ല കടം. അങ്ങനെയാ ഇപ്പം കാര്യങ്ങളുടെ പോക്ക്. അറിയാവോ നിനക്ക്? അങ്ങനെ ഈ കാര്യവും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നു. ഗോവിന്ദേട്ടാ, ഇടയ്ക്ക് നവീൻ മോൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് എന്താണെന്നറിയാം, പെണ്ണിനെ മാത്രം കൊടുത്താൽ മതി, അല്ലാതെ വേറെ ഒന്നും കൊടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഇത് കനകയിലേക്കും ഗോവിന്ദനിലേക്കും കാര്യങ്ങൾ വരികയാണ്. അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ഈ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുവാണ്. നന്ദുവിനെ ആര് കെട്ടും, എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നാളെ അതുപോലെ അനിയുടെ കേസ്, ആ കേസിനെ പറ്റി ഇവർ പറയാം. ആ കേസിൽ നിന്ന് അനിയെ ഊരിക്കൊണ്ട് വരാൻ നവീൻ നല്ല പാടുപെടേണ്ടി വരുമെന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദു വീട്ടിലോട്ട് വരിക. നന്ദു വന്നപ്പോഴേക്കും മോളെന്താ ഇത്ര വൈകിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് അഡീഷണൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു നന്ദുവെ. അപ്പോഴേ ഞാൻ രാവിലെ പോയി 2 ആളുടെയും ജാതകമൊക്കെ നോക്കി, മോളുടെയും നവീൻ മോൻ്റെയും. ഇടയ്ക്ക് ആദർശ് മോനും നയനയും ഇവിടെ വന്നായിരുന്നു. അവരോട് ഞാനത് പറയുകയും ചെയ്തു. മോളുടെയും നവീൻ മോൻ്റെയും ജാതകങ്ങൾ നല്ല ചേർച്ചയാണെന്നുള്ളത്. കബഡി നിരത്തിയിട്ട് ജ്യോത്സ്യം പറഞ്ഞതേ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കുമെന്നാണെന്ന കാര്യവും പറയാട്ടോ. അപ്പം നവീൻ നല്ലൊരു പയ്യനാണെന്നും എന്നിട്ടും അവരുടെ മുഖത്ത് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടെന്ന് നോക്കിക്കെന്നും ഗോവിന്ദേട്ടൻ പറയുകയും ചെയ്തു. അപ്പം എൻ്റെ പൊന്നു ഗോവിന്ദേട്ടാ, ഇവരുടെ സന്തോഷമൊക്കെ ഇപ്പോൾ ആരാ നോക്കുന്നേ? ഇതുപോലൊരു ബന്ധത്തെ നമ്മൾ ആരും തട്ടിത്തെറിപ്പിക്കാൻ പോകുന്നില്ല എന്ന് കനക പറയുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴും ആ പഴയ സ്വഭാവം ഉണ്ടല്ലേ, മക്കൾ വലിയ വീട്ടിലോട്ട് തന്നെ പോകണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ കനക ഇങ്ങനെ നോക്കുവട്ടെ നന്ദുവിനെ. അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ അമ്മ ഇവിടെ കിടന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ മാത്രമല്ല, നിൻ്റെ അച്ഛനും ധൃതി കൂട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. മോളെ, നവീനെ പോലൊരു പയ്യൻ നിന്നെ ആലോചിച്ച് വരുമെന്ന് ഞാനും ഇവളും സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യമല്ല. നവീൻ നിന്നെ വേണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന കാര്യമാണ്, അത് നിനക്കറിയില്ലേ? പിന്നെ ഇങ്ങനെ പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അല്ല, നവീനേട്ടൻ്റെ അമ്മ സമ്മതിച്ചിട്ട് വേണ്ടി ഈ കല്യാണം നടത്താൻ അതിനെന്ന് നന്ദു അന്നേരം ചോദിച്ചു. അതൊക്കെ നവീൻ മോൻ അവൻ്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളും. ആദ്യം മനസ്സിലാക്കട്ടെ, എന്നിട്ട് അമ്മയും അച്ഛനും ഒക്കെ മനക്കോട്ട കെട്ടിയാൽ മതിയെന്ന് നമ്മുടെ നന്ദു. ഉള്ള കാര്യം പറഞ്ഞിട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുക. എന്തായാലും നാളത്തോടു കൂടി കാര്യങ്ങൾക്ക് തീരുമാനമാക്കുമെന്ന് പറഞ്ഞു. എന്ത് തീരുമാനം? നാളെ അനിയുടെ ഡിവോഴ്സ് നടക്കുമെന്ന് പറഞ്ഞപ്പം അത് നടക്കാനുള്ള സാധ്യത ഉണ്ടോ മോളെന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നന്ദു അങ്ങ് കയറിപ്പോയി. ഇവർക്ക് 2 പേർക്കും പിന്നെയും ടെൻഷൻ. അങ്ങനെ നമ്മുടെ ഗോവിന്ദേട്ടനും കനകയും കൂടി പറയാം. കനക എന്നിട്ട് പറയാണ് നവീനെ അവൾക്ക് ഇഷ്ടമാണെന്ന്. പിന്നെ നവീൻ്റെ അമ്മ സമ്മതിക്കില്ല എന്നുള്ളൊരു ഭയം അവളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതാ പ്രശ്നം. അപ്പം അത് ശരിയാ. അപ്പം പിന്നെ പ്രതീക്ഷ അധികം കൊടുക്കണ്ടെന്ന് അവൾ കരുതി കാണുമെന്ന് ഈ ഗോവിന്ദേട്ടനും പറഞ്ഞു. അല്ല, അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ കനകയെന്ന് ചോദിച്ചു. കഷ്ടകാലത്തിന് ആ ജ്യോത്സ്യൻ കബഡി നിരത്തിയിട്ട് നവീനുമായിട്ടുള്ള കല്യാണത്തിന് തടസ്സങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അതും ഒരു ആദ്യമായിട്ട് മനസ്സിലിങ്ങനെ കിടക്കുക ഗോവിന്ദേട്ടാന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുവാണ്. ആ സമയം പിന്നീട് കാണിക്കാൻ നമ്മുടെ അനിയുടെ ഉറക്കമില്ലാതെ ഉള്ള രാത്രികളാട്ടോ. അനു ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുമ്പോൾ ആദർശം അതുപോലെ നയനിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. വന്ന് അനിയനെ വിളിച്ചു. അനി, ഏട്ടാ ഞാൻ ഏട്ടത്തെയും കാത്തിരിക്കുകയായിരുന്നു എന്ന് അനിയൻ നേരം പറഞ്ഞു. നവീനെ വിളിക്കുകയോ കാണുമോ മറ്റോ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഞാൻ അവനെ വിളിച്ചായിരുന്നു.
അവൻ മാക്സിമം ശ്രമിക്കാമെന്നൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു. അവൻ ആരെയും ചീറ്റ് ചെയ്യാൻ കഴിയില്ലെന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. ആ ഒരു പറച്ചിലിൽ എന്തൊരു പന്തികേട് എനിക്ക് തോന്നി എന്നിങ്ങനെ ആദർശ് പറയുമ്പം ഏട്ടാ നിങ്ങൾ രണ്ടുപേരും നോക്കിക്കോ, നാളെ അവൻ കോടതിയിൽ അവൻ്റെ ബുദ്ധിയൊന്നും പുറത്തെടുക്കാനായിട്ട് പോണില്ല. അവനെ കേസ് നീട്ടിക്കൊണ്ട് പോകാനുള്ള ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എടാ അവൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴേ അതിൽ കുറച്ച് ശരിയൊക്കെ ഇല്ല എന്ന് ചോദിച്ചു. നീയും അനാമികയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കാതിരുന്നാൽ നിന്റെ കല്യാണം നടക്കില്ല. നീയും നന്ദുവും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റിയൊക്കെ ഇപ്പം തന്നെ അവന് മനസ്സിലായിട്ടും ഉണ്ടാവുമെന്ന കാര്യവും ആദർശ് പറഞ്ഞപ്പം, അല്ല ഏട്ടത്തിയുടെ വീട്ടിലും രണ്ടുപേരും പോയായിരുന്നോ എന്ന് ചോദിച്ചു. പോയായിരുന്നു. അമ്മ നവീൻ്റെയും നന്ദുവിൻ്റെയും ജാതകം നോക്കിയിട്ട് നല്ല ചേർച്ചയുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം. ഞങ്ങൾ നിൻ്റെ കാര്യം സംസാരിക്കാനാണ് പോയത്, പക്ഷെ അവരിപ്പോൾ ഭയങ്കര പ്രതീക്ഷയിലാടാ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അവരോട് പറയാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഡിവോഴ്സും കിട്ടത്തില്ല, നന്ദുവിനെയും കിട്ടത്തില്ല അല്ലേ എന്ന് ചോദിച്ച് എനിക്ക് ഭയങ്കര സങ്കടം. ഒരു സമയത്ത് ഞാൻ ഏട്ടനോടും ഏട്ടത്തോടും നേരത്തെ എൻ്റെ ഇഷ്ടം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ വിമർശിച്ചുകൊണ്ടിരുന്നത്. അനിമികയുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പുള്ള കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഇതിപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം സത്യങ്ങളൊക്കെ പറയാതെ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നന്ദുവിൻ്റെ എൻ്റെ ഒപ്പം നിൽക്കുമെന്നായിരുന്നു നിങ്ങൾ രണ്ടുപേരും അന്ന് പറഞ്ഞിരുന്നത്. ഓർക്കണുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ദേ വളരെ നേരത്തെ തന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ളതൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് ഏട്ടനോടും ഏട്ടത്തിയോടും മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്നിട്ടും എന്നെ സഹായിക്കാൻ ആർക്കും പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പം, ഇനി കോടതിയിൽ നാളെ നീ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല സംഭവങ്ങൾ നടക്കുന്നതെങ്കിൽ നിനക്ക് നവീനോടുള്ള ആ ഒരു ഇത് കൂടുകയാണ് ചെയ്യുന്നത്, കടപ്പാട് കൂടുകയാണ് ചെയ്യുന്നത്. നവീൻ അങ്ങനെ നിനക്കൊപ്പം നിൽക്കുമ്പം അവനെ വേദനിപ്പിക്കാൻ നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ നന്ദുവിൻ്റെ മനസ്സെന്താണെന്ന് ഇതുവരെ ഏട്ടനും ഏട്ടത്തെയും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവൾക്ക് അനി ഇഷ്ടമാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമെന്നും, എങ്കിലും നവീൻ്റെ ആലോചന വന്നതോടെ അവളുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നും പറയുക നയന. അപ്പം നന്ദുവിനെ കേസുമായി ബന്ധപ്പെട്ട് നവീൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്ദുവിന് അവനോട് ഒരു മതിപ്പുമുണ്ട്. ആ രീതിയിലൊക്കെ ഒരുപാട് തവണ ഞങ്ങളോട് അവൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പെൺകുട്ടികളുടെ മനസ്സല്ലേ, നന്ദുവൻ ഈ വീട്ടിലേക്ക് വരാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞപ്പം, അപ്പോൾ എന്താ നവീൻ്റെ വീട്ടിലേക്ക് പോകാൻ തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു നനി. ഇവിടെ എൻ്റെ അമ്മ അതിനെ എതിർക്കുകയാണെങ്കിൽ അവിടെ അവൻ്റെ അമ്മ അതിനേക്കാളും എതിർപ്പായിട്ട് നിൽക്കുകയാണെന്നും പറഞ്ഞു. തൻ്റെടിയായ പെൺകുട്ടികളെ വീട്ടിൽ കയറ്റില്ലെന്ന് അവൻ്റെ അമ്മ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാടാ. പക്ഷേ ഇനി ഒറ്റമോൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അവർ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും എനിക്ക് ടെൻഷനായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഞങ്ങളുടെ അനിയനും അനിയത്തിയും ഒന്നിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ അതിനു വേണ്ടി വളഞ്ഞ വഴിയൊന്നും തേടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നയന. അപ്പോൾ ഈ കേസൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാമെന്ന് ആദർശ് പറയുമ്പം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി വേറെ പെണ്ണിനെ ആലോചിക്കാൻ ഇവിടെ ആരും നിൽക്കരുത്. എനിക്കത് താങ്ങാൻ പറ്റില്ല. ഇനി കാണാത്ത കേൾക്കാത്ത ഓരോന്നിനെ കൊണ്ടുവന്നിട്ട് എൻ്റെ മനസ്സമാധാനം ഒന്ന് തകർക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഇല്ലാതെ ഇനി എനിക്ക് വേണ്ടി ആരെയും കണ്ടെത്തത്തില്ല എന്ന് പറഞ്ഞു ആദർശ്. അതും പറഞ്ഞു അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അനിയാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ ഇങ്ങനെ നടക്കുക. എന്നിട്ട് നന്ദുവിനെ വിളിക്കുകയാണ്. അപ്പോൾ നന്ദുവിനെ വിളിച്ചിട്ട് ചൂടാവുകയാണ്. നിനക്ക് വീട്ടിൽ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. നന്ദു അന്നേരം ഞെട്ടി. നിനക്കത് എന്താടിയാ പറ്റിയെന്ന് ചോദിച്ച് നന്ദു നിൽക്കുക. ഇനിയിപ്പോൾ ജാതകം ചേർന്ന് സ്ഥിതിക്ക് അവനൊപ്പം ജീവിക്കാനാണോ നിൻ്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പം, അതേടാ എന്താ നിനക്ക് എന്താ? അപ്പോൾ ഇടയിൽ നോക്കിക്കോ, നാളെ അവനെന്നെ കോടതിയിൽ ചതിക്കും. കനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദു ഒന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അവനൊരു കാരണവശാലും എൻ്റെ ഡിവോഴ്സ് നടക്കാൻ സമ്മതിക്കില്ല. അന്നേരം അനി നിനക്ക് ആരെയും വിശ്വാസമില്ല, എന്നെപ്പോലും വിശ്വാസമില്ല. അങ്ങനെയുള്ള നിന്നോട് ഇനി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു നമ്മുടെ നന്ദു. അപ്പം ഞാൻ പറഞ്ഞു സത്യമാണോ അല്ലെന്ന് നാളെ കോടതി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറയുമ്പോൾ, ശരി ആദ്യം അത് കഴിയട്ടെ, അതുവരെ നീ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു നന്ദു. എന്ന് പറഞ്ഞുകൊണ്ട് അനി ഭയങ്കര ഇതാവുക. നിനക്ക് രാവിലെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എവിടേക്ക് വരാൻ? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം, നീ വരുവാണെങ്കിലേ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള നിനക്കൊപ്പം വരാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് നന്ദു. മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു കഴുത എന്ന് പറഞ്ഞ് നന്ദു ദേഷ്യപ്പെട്ടു. ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ അനിയാണെന്നുണ്ടെങ്കിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് തല പുകഞ്ഞ് അവിടെ ഇരിക്കുക. എന്നെ ചതിക്കോ, അവൻ എന്നെ പറ്റിക്കോ, അവന് നന്ദുവിനെ വിവാഹം കഴിക്കേണ്ടി വരുമോ, അങ്ങനെ 100 ആലോചനയായിട്ട് നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുന്നിടത്ത് അന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.